എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. ലൈഫ് മാറ്റർ അല്ലേ. അവളിപ്പോൾ തിരുപ്പതിയിൽ അവളുടെ മാമൻ്റെ വീട്ടിലുമാണ്. ബിസി ആയിരിക്കും. അയ്യോ, ഓഫീസിൽ പോകേണ്ട ടൈമായല്ലോ. ഓ വൈഷ്ണവി, ഈ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം. ഗുഡ് മോർണിംഗ് കിട്ടില്ലെങ്കിൽ എന്താ ഭൂലോകം ഇടിഞ്ഞു വീഴോ? ഷണു, എന്തിനാ ഈ ടെൻഷൻ? അവർ സ്നേഹത്തോടെ ഇട്ടതല്ലേ. സോറി ഗൈസ്. ഗുഡ് മോർണിംഗ് ഓൾ. ഷനു, വൈഷ്ണവിക്ക് നീ മെസ്സേജ് അയച്ചോ? ഇന്നലെ ചെയ്തിരുന്നു. അവൾ ഓക്കെ പറഞ്ഞോ? ഷനു, പാർട്ടി അടിപൊളിയായിരിക്കണം. മെസ്സേജ് കണ്ടു. വാട്സാപ്പിൽ ബ്ലൂ ടിക്കും വീണിരുന്നു. പക്ഷെ എനിക്ക് റിപ്ലൈ മാത്രം തന്നില്ല. അതൊക്കെ വരുവാടാ. റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോ. പിന്നെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിരുന്നോ? ഇല്ലടാ, എനിക്ക് റിപ്ലൈ കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് വീണ്ടും മെസ്സേജ് ഇടാത്തെ. ഷനു, ഫോണൊന്ന് വന്നേ. നീ എന്ത് മെസ്സേജ് ആവക്കിട്ടെ? വൈഷ്ണവി, ഐ ലവ് യു വൈഷ്ണവി, ഐ ലവ് യു. ഷനു, നീ കറക്റ്റ് ഫീലിംഗിൽ അയച്ചേ. വൈഷ്ണവി എന്തായാലും ഓക്കെ പറയും. 2 days അവള് വരുമെന്നല്ലേ പറഞ്ഞേ? നിന്നോട് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറയുമെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഹഗ്ഗു. ഷനു, പുതിയ പ്രോജക്റ്റിലോട്ട് മൂവ് ചെയ്യുന്നെന്ന് കേട്ടു. അരവിന്ദ പറഞ്ഞ. എന്താ ഞങ്ങളോട് പറയാത്തെ? അത് പിന്നെ വൈഷ്ണവി ഇവിടുന്ന് പോയതിന്റെ വിഷമത്തിലായതുകൊണ്ട് പറയാൻ വിട്ടുപോയി. ഇത്തവണ ഉറപ്പായിട്ടും ഓൺ സൈറ്റ് ആയിരിക്കും. ഷനു എന്തായാലും US പോവും. കോൺഗ്രാറ്റുലേഷൻസ് ഷനു. ഈ ഓൺ സൈറ്റിനെ പറ്റിയൊന്നും അറിയില്ല. വൈഷ്ണവിക്ക് ഇഷ്ടാവോ ഇല്ലയെന്നും. ഇതിലിപ്പോ വൈഷ്ണവിയുടെ കാര്യം എന്തിനാ പറയുന്നേ? ഓക്കെ, വൈഷ്ണവിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോവില്ലേ? പോവില്ല. ഇവിടെ അവളുടെ കൂടെ നിൽക്കും. സൂപ്പർ അടിയാ. സിൻസിയർ ലവ് എന്ന് വെച്ചാൽ ഇതാടാ. ഒന്ന് നിർത്തടാ. അവനെ സഹായിക്കുന്നെന്നാ വിചാരിക്കുന്നേ? അവനെ ഇല്ലാതാക്കുക. വൈഷ്ണവി അവനോട് ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയതാ. നിങ്ങളത് മാറില്ല. ഹാരിക എന്തിനാ എപ്പോഴും വൈഷ്ണവിനെ സ്നേഹിക്കില്ലെന്ന് പറയുന്നേ? വൈഷ്ണവി ആണെങ്കിൽ റിപ്ലൈ തരുന്നില്ല. ഒന്ന് കോൾ ചെയ്താലോ? നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. വൈഷ്ണവിയുടെ നമ്പർ തന്നെയാണോ? The subscriber is currently switched off. Currently switched off. Currently switched off. ഡോൺ, മൺഡേ ഓഫീസിൽ വരണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്നത്? ക്ലയൻസിന്റെ കോൾ വരുന്ന അന്നല്ലേ, അതുകൊണ്ടായിരിക്കും. ഇവനിപ്പോൾ ഫുൾ ടൈം ഫോണിലാണല്ലോ. അപ്ഡേറ്റ് ആയി കാണോ വൈഷ്ണവിയുടെ അടുത്ത് ടെക്സ്റ്റിൽ നിന്ന് കോളിലേക്ക്? വൈഷ്ണവി എന്താണ് ഇതുവരെ വരാത്തെ? ഷനു, The subscriber is currently switched off. Please try after some time.
is currently switched off. The subscriber is currently switched off. എന്താണ് ഷാനു നീ ലാപ്ടോപ്പ് അങ്ങനെ അടച്ചിട്ട് വന്നേ? എന്തു പറ്റി? ഷനു നിന്നോടാ ചോദിച്ചേ. വൈഷ്ണവിയുടെ ഫോൺ 3-4 ദിവസമായിട്ട് സ്വിച്ച് ഓഫാ. ഒന്നും മനസ്സിലാവുന്നില്ല. അതിനെന്തിനാ എങ്ങനെ പെരുമാറുന്നേ? അവൾ എന്തായാലും ഓഫീസിൽ വരുമല്ലോ. ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്? അതും 3 ദിവസമൊക്കെ. എടാ നീ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്ക്. അങ്ങനെ ചിന്തിച്ചോണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഞാൻ മെസ്സേജ് ചെയ്തതിന് ശേഷം ഒരു റിപ്ലൈയും ഇല്ല. ഡോൺ, മെസ്സേജ് എങ്ങനെയാ വായിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അവൾ ഇത്രയും നാൾ എൻ്റെ ഫ്രണ്ടായിട്ടെങ്കിലും ഇരുന്നു. ഇപ്പം അത് നീ ഇല്ലാണ്ടാക്കി. അവൾ എന്നും എന്നോട് സംസാരിച്ച എന്തെങ്കിലും ഒരു ദിവസം അവൾക്ക് എൻ്റെ സ്നേഹം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ഹാരിയോട് പോയി പറയും, അവൾക്ക് ഒരുപാട് സന്തോഷമാവും. ചെല്ല്. ഡോൺ, മനോഹർ, നിന്റെ ഫോണും തന്നെ. എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തായിരിക്കും. The subscriber is currently switched off. Please. The subscriber is currently switched off. The subscriber is currently switched off. വൈഷ്ണവി, ഷനു, 10 ദിവസമായി. വൈഷ്ണവി ആണെങ്കിൽ ഒരു കോൾസിനോ മെയിൽസിനോ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു മാനേജർ എന്ന നിലയിൽ എനിക്ക് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വർക്ക് ലോഡ് കൂടിക്കൊണ്ടിരിക്കുക. വൈഷ്ണവിയെ നമുക്ക് ബ്ലാക്ക് ലിസ്റ്റിൽ വെച്ചിട്ട് വേറൊരാളെ ഹയർ ചെയ്താലെന്ന് ആലോചിക്കുക. അരവിന്ദ്, ഇനി ഒരു 3 ദിവസം കൂടി നോക്കാം. അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ. ഓൺ ടൈമിലെ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാ വർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ശരി ഷനു, 3 days റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. താങ്ക്സ് അരവിന്ദ്. അരവിന്ദ്, നിന്റെ ഫോണ് എനിക്കൊന്ന് തരുമോ? The subscriber is currently switched off. Please try. താങ്ക്സ്. എടാ അളിയാ, പറയടാ. ലാസ്റ്റ് ടൈമിൽ വൈഷ്ണവിക്കും ഷനുവിനും ഇടയിൽ എന്തോ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ഷനു വൈഷ്ണവിയെ സീരിയസ് ആയിട്ട് സ്നേഹിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതേടാ ഞാനും അറിഞ്ഞു. ലോകേഷ് എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല ഷനു. കുഴപ്പമില്ല ലോകേഷ്, നീ പറഞ്ഞോ. വൈഷ്ണവിയെ നീ സീരിയസ് ആയിട്ട് സ്നേഹിക്കാന്നാ പറഞ്ഞ ഷനു. ഓഫീസിൽ എല്ലാവർക്കും അറിയാം, പക്ഷെ വൈഷ്ണവിക്ക് മാത്രം അറിയില്ല. നിന്റെ ഫോണും തന്നെ. The subscriber is currently switched off. Please. സോറി ഷനു. താങ്ക്സ്. പാവടാ.
മനോഹർ, ആ ഒരു ചെറിയ ഹെൽപ്പ്. പറഞ്ഞു ഷാനു, എന്താ ചെയ്യണ്ടേ? ശിവ, അത് പിന്നെ വൈഷ്ണവി ഓഫീസിലേക്ക് വന്നില്ലല്ലോ. അതെ, വന്നില്ല. ഓഫീസിലെ സാധനങ്ങൾ അവളുടെ കയ്യിലാണ് ഉള്ളത്. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, മെയിൽ അയച്ചിട്ട് ഒരു റിപ്ലൈയും ഇല്ല. ഓ, അവളെ ബ്ലാക്ക് ലിസ്റ്റിലാക്കാൻ പോകുന്നെന്ന് കേട്ടു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അത് പിന്നെ ശിവ, എനിക്ക് വൈഷ്ണവിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. പാൻ കാർഡ്, ആധാർ കാർഡ്, റെസ്യൂമെ എല്ലാം വേണം. ഒന്ന് വേഗം താ. അങ്ങനെയും തരാൻ പറ്റില്ല ഷന്നു. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാവും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. പറ്റില്ല ഷന്നു. HR അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് പ്രോബ്ലം ആവും. മനസ്സിലായി. എത്ര വേണം അത് പറ. ഗൂഗിൾ പേ നമ്പർ നമ്പർ തരാൻ ഞാൻ അയച്ചേക്കാം. എത്രയാ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടത്? റെസ്പെക്ട് ഷന്നു, റെസ്പെക്റ്റാ വേണ്ടേ. ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ തരാൻ പറ്റില്ല, മനസ്സിലായോ? ഷന്നു, ശിവ, അവര് രണ്ടുപേരും സ്നേഹത്തിലാടാ. അവളെ കാണാതിരുന്നിട്ട് 10 ദിവസമായി. അതുകൊണ്ടാ. പക്ഷെ വൈഷ്ണവിക്ക് അവനെ ഇഷ്ടമല്ലല്ലോ. ഷന്നു, സോറിടാ ശിവ. വൈഷ്ണവി കണ്ടിട്ട് ഇപ്പൊ 10 ദിവസമായി. എന്റെ തല ശരിക്കും വർക്കാവുന്നില്ല. പ്ലീസ് ഡാ, അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് താ. എടാ ഷന്നു, നിന്റെ വേദന എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് അങ്ങനെ തരാൻ കഴിയില്ലടാ. സോറിടാ ഷന്നു. തന്ന ഇപ്പൊ എന്താ പ്രശ്നം? വേറെ ആൾ വൈഷ്ണവിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ല? സോറിടാ. താങ്ക് യു. HR അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവൂടാ. ശ്രുതി എന്തായാലും നിന്റെ ഫ്രണ്ടല്ലേ? ശ്രുതി, ഷനുവിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എങ്ങനെയിരുന്ന ആളാ ഇപ്പൊ കണ്ടില്ലേ? കരിയറിനെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. വൈഷ്ണവിക്ക് വേണ്ടി US ഓഫർ വേണ്ടെന്ന് വെക്കുക. ഇപ്പൊ ഷനു ആര് പറഞ്ഞാലും കേൾക്കില്ല ഹാരിക. പ്രണയിക്കുന്നവരൊക്കെ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ശരിയാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാ പ്രേമത്തെ തടുക്കുന്ന പാരന്റ്സ് ഒക്കെ നമുക്ക് വില്ലന്മാരാകുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ, റിസൾട്ട് ആലോചിക്കില്ല. ഇവിടെ എല്ലാരും കറക്റ്റാണ് ഹാരിക. സിറ്റുവേഷനാണ് മോശം. ഷനുവിനെ മനസ്സിലായിക്കോളും. ഇതും ലൈഫിലൊരു ഫേസാ, അത്രേ ഉള്ളൂ. കാണാൻ വളരെ ഈസി ആയിരിക്കും. പെയിൻ പക്ഷെ അവനല്ലേ. നോക്കാം. വിൽ സീ. പറയ്, എന്താ പുതിയ പ്രോജക്റ്റിൽ ഇട്ടെന്ന് കേട്ടല്ലോ, US ഓഫർ. ശ്രുതി, എനിക്ക് വൈഷ്ണവിയുടെ ഡീറ്റെയിൽസ് വേണം. ഷനു, നീ ഒരു HR സംസാരിക്കുന്നത്. ഒരു ഫീമെയിൽ എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് മെയിൽ എംപ്ലോയിക്ക് കൊടുക്കില്ല. പ്ലീസ് ശ്രുതി, എനിക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യാം. ഷനു, നീ ഇനി ഒരു തവണ കൂടെ വൈഷ്ണവിയുടെ ഡീറ്റെയിൽസ് ചോദിച്ച് എന്റെ അടുത്ത് വന്നാ നീ എന്നെ ഹരാസ് ചെയ്യുന്നു പറഞ്ഞ് ഹയർ അതോറിറ്റിക്ക് ഞാൻ മെയിൽ അയക്കും. I have lot of work to do, so please. സോറി ശ്രുതി. സോറി HR മാഡം. Currently switched off. വൈഷ്ണവി, പറയ രവിന്ദ്. ഷന്നു, പുതിയ പ്രോജക്റ്റിന് മെയിൽ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് പറയണമെന്ന് വിചാരിച്ചത് മറന്നുപോയി. നിനക്ക് ടൈം കിട്ടുമ്പോൾ റെഫർ ചെയ്യട്ടോ. ഓക്കെ അരവിന്ദ്, ഞാൻ നോക്കിക്കോളാം. വൈഷ്ണവി വിളിച്ചായിരുന്നോ? ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ തരാം. ഓക്കെടാ, ടേക്ക് കെയർ. The subscriber is currently switched off. Please try after some time. വൈഷ്ണവി,
നീ ഇത് എവിടെയാ? ഗുഡ് മോർണിംഗ് HR മാഡം. ശ്രുതി എന്ന് വിളിക്കേ. HR ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല, പക്ഷെ ഒരു ഫ്രണ്ടിന് നിന്റെ പെയിൻ മനസ്സിലാവും. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടടാ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അല്ല, ശരിക്കും നിനക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാ? നീ എന്താ ഇത്ര അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? മനോഹർ, ഞാൻ നിനക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, പൈസയുടെ കാര്യത്തിലും വർക്കിന്റെ കാര്യത്തിലും ഒക്കെ. തിരിച്ച് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഷനു, ഇതൊക്കെ നീ എന്നോട് ചോദിക്കണോ? ഇതൊക്കെ ചെയ്യാൻ പറയല്ലേ വേണ്ടേ? അതാണ് നിന്റെ സ്ഥാനം. ശരി, എന്താ മാറ്റർ? വൈഷ്ണവി തിരുപ്പതിലേക്ക് പോയിരിക്കുക. മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈയും ഇല്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് എന്റെ പേടി. എന്താണാ പറയുന്നേ? മുന്നത്തെക്കാളും ഇപ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. വൈഷ്ണവി എനിക്ക് ഒരു വട്ടം ഒന്ന് കാണണം. ശരി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവളുടെ നാട്ടിൽ പോയാലോ? എനിക്ക് വൈഷ്ണവിയുടെ അഡ്രസ്സ് കിട്ടി. ശ്രുതി എടുത്തു തന്നു. പ്ലീസ് ഡാ, എൻ്റെ പ്രണയം നിനക്ക് മാത്രമേ മനസ്സിലാവൂ. നിന്റെ സഹോദരി കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? പോവാടാ, നമ്മള് പോവും. വൈഷ്ണവി, വി ആർ കമ്മിങ്. ക്രേസി ആയിട്ടുണ്ടാ. ഒരാൾക്ക് ലവറിനെ കാണണം, മറ്റൊരാൾക്ക് സിസ്റ്ററിനെ കാണണം. പഴയ കാലം ഓർമ്മ വരുന്നടാ. അന്ന് ബൈക്ക്, ഇപ്പൊ കാറ്. മനോഹർ, വൈഷ്ണവി തിരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് വരുമോ? വരുവടാ. ഇപ്പൊ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം കാണും. ഡോണ്ട് വെറി. നിന്റേത് സിൻസിയർ ലവാടാ. വൈഷ്ണവി ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ അവക്കൊരിക്കലും കിട്ടില്ല. ഷനു, ഈ ഏരിയയിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നേ. ഷനു, വിശക്കുന്നടാ. മഴ. അരവിന്ദ്. ഹലോ. വന്നോണ്ടിരിക്കുക. ഹലോ. ഷനു, ഫോൺ സ്വിച്ച് ഓഫ് ആയടാ. വാ പോ. എടാ മനോഹർ, നമുക്ക് ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വന്നാലോ? ഷനു, ഇപ്പൊ തന്നെ ഏരിയയിൽ നമ്മൾ കുറെ തവണ കിടന്ന് കറങ്ങി. അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരുമാതിരി നോക്കുക. വൈഷ്ണവി ഓഫീസിൽ വരും. വാ. എടാ, നമ്മൾ പോയപ്പോ വന്ന് കാണില്ല, ഇപ്പൊ വന്ന് കാണും. ഒന്ന് പോയി നോക്കടാ. ഷനു, നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവളിവിടെ ഇല്ലായിരിക്കും. അവൾ ഓഫീസിലേക്ക് വരും. നീ വാ. അരവിന്ദ് ശ്രുതിയും വിളിച്ചോണ്ടിരിക്കുക. നീ വാ. എടാ, ഒരു തവണ പ്ലീസ്. ഷനു, ഞാൻ പറയുന്ന കേക്ക്. ഒത്തിരി വർക്ക് ബാക്കിയുണ്ട്. നീ വിളിച്ചോടങ്ങി ഞാൻ വന്നില്ലേ? ഇപ്പൊ പറയുന്ന കേക്ക്. വാ. ശരി, എന്ന് നീ പൊക്കോ. ഞാൻ അവളെ കണ്ടിട്ട് വരുന്നുള്ളൂ. ബോധമില്ലാതെ സംസാരിക്കാതെ. മഴയും വരുന്നുണ്ട്. വാ, വണ്ടി കയറ്. നിന്നോടല്ലേ പോകാൻ പറഞ്ഞ? പോയേ. ഷനു, നീ ആവശ്യമില്ലാത്ത സംസാരിക്കുന്ന. മഴ വരിക. വണ്ടി കയറ്. വാ. നീ ആരോടെ ചൂടാവുന്നേ? ആരോടെ കാർ എടുക്കാൻ പറയുന്നേ? നീ ആദ്യം പോ നോക്ക്, ഞാൻ വന്നോളാം. ഞാൻ ആരാന്നോ? സൂപ്പറാ, സൂപ്പർ. നീ വിളിച്ചോടനെ ഞാൻ വന്നില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഷനു, വണ്ടി എടുക്ക്. ഞാൻ പറയുന്നേക്ക്. ഞാൻ വരില്ല, നീ പോ. ഷനു, നാട്ടിലേക്ക് പോവാം. വാ. എന്തുവാടേ കാണിക്കുന്നത്? നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണമെന്ന്? കാശ് വേണോ അല്ലേ? ഇപ്പൊ തരാം. ദാ പിടിക്ക്. മൊത്തം ഉണ്ട്, കാർഡും ഉണ്ട്. കൊണ്ട് പോടാ, പോ.
ഷാനു നിനക്ക് എന്താടാ പറ്റിയേ? എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്? സോറിടാ മനോഹർ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല. സോറി. എടാ ഞാൻ പറയുന്നത് നീ കേൾക്കൂല്ലയോ? ഞാൻ പറയുന്നത് കേൾക്കൂല്ലയോ? ഒരു തവണ എനിക്ക് വൈഷ്ണവ് എന്ന് കാണണോടാ. ഒരു തവണ കണ്ടാ മതി പ്ലീസ് ഡാ. ഞാൻ പറയുന്നത് കേക്കടാ. ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ നീ. ഷാനു, വൈഷ്ണവ് നിനക്ക് വേണ്ടി തിരിച്ചു വരുവാടാ. നീ ഇത്രയും സ്നേഹിക്കല്ലേ, ഉറപ്പായിട്ട് വരുവാടാ. നമുക്കിപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോവാടാ പ്ലീസ് ഡാ. നമുക്ക് പോയാലോ? വാടാ ഷാനു. ഉറപ്പായിട്ടും വൈഷ്ണവി വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വരുവാടാ. വൈഷ്ണവി വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വരുവാടാ. നീ വാ. വൈഷ്ണവി വരുവാടാ. വരുവാടാ, കേറ്. ഒരു തവണ എനിക്ക് അവളെ കാണാൻ തോന്നുകയാണ്. ഡോൺ, ഹാരിക, സോറിടാ, റിയലി സോറി. ഞാൻ മനഃപൂർവ്വം അങ്ങനെ പെരുമാറിയത്. ഡാ, നീ എന്തിനാടാ സോറി പറയുന്നേ? എന്താടാ ഒരു ഓവർ ആക്ടിങ്? ഹാരികയുടെ ദേഷ്യം മാറിയില്ലാന്ന് തോന്നുന്നു. നിന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? വേവലാതിപ്പെടുന്നതാ. വഴക്കുണ്ടായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ദേഷ്യം വരില്ല, കരുതലേ ഉണ്ടാവും. എന്താടാ ഷന്നു, വൈഷ്ണവിയുടെ നാട്ടിൽ പോയെന്നറിഞ്ഞല്ലോ. സ്നേഹത്തിന് ഇതൊക്കെ സർവ്വസാധാരണമാടാ. ഞാനും എന്റെ ഗേൾഫ്രണ്ടിനെ കരുതി പോയതാ. പക്ഷെ അവളെ മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ പോയിട്ടേ കാര്യങ്ങള്. ഫസ്റ്റ് ടൈം വൈഷ്ണവിയെ കണ്ടപ്പോൾ അവളുടെ സ്മൈലിലാണ് ഞാൻ വീണുപോയത്. ഹാരികയുടെ നമ്പർ ചോദിച്ചപ്പോൾ എന്റെ നമ്പർ കൊടുക്കാൻ പോയി. പിന്നെ എന്റെ നമ്പർ ഞാൻ കൊടുത്തു കേട്ടോ. വൈഷ്ണവിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, വൈഷ്ണവി, പറയച്ചാ. എന്താടാ, നീ ബിസിയാണോ? 1.5 മാസമായടാ നീ ഞങ്ങളോട് ശരിക്കും സംസാരിച്ചിട്ട്. സോറി അച്ഛാ, ബിസി ആയി പോയതുകൊണ്ടാ. ഓഫീസ് വർക്ക്. അച്ഛൻ പറയേ. നീ അവിടെ ഓക്കെ തന്നെയല്ലേ? എല്ലാം ഓക്കെ അച്ഛാ. അച്ഛാ, മനോഹർ അച്ഛനോട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നിന്റെ ടീമിലുള്ള ഏതൊരു കൊച്ചുമായിട്ട് നീ ഇഷ്ടത്തിലാണെന്ന്. പേരെന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. വൈഷ്ണവി, അതിനെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ പറയണ, ഞങ്ങൾ പോയി സംസാരിക്കാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. താങ്ക്സ് അച്ഛാ. ഇത്ര ഈസി ആയിട്ട് സമ്മതിക്കൊന്നും കരുതിയില്ല. നിന്റെ സന്തോഷമല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രധാനം? ജാതിയും മതവും കാശും ഒക്കെ സന്തോഷം കൊണ്ട് തരൂടാ. നിങ്ങൾ ഹാപ്പി ആയിരുന്നാൽ മാത്രം മതി. ശരി, നേരത്തെ കഴിച്ചിട്ടെ
കിടന്നുറങ്ങാൻ നോക്ക്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഒരു പ്രോബ്ലം ഇല്ല അച്ഛാ. സമയത്തിന് കഴിച്ചോളാം. സേഫായിട്ട് ഇരിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ബൈഡാ. ബൈ. ലവ് യു അച്ഛാ. ഒരു പ്രോബ്ലം ഇല്ല. വൈഷ്ണവി വന്നില്ല അല്ലേ? അവൾ വരും, മനോഹർ പറഞ്ഞതുപോലെ. ഒരു തവണ അവളെ ഒന്ന് കാണാൻ തോന്നുന്നു എനിക്ക്. വേറൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മാത്രം മതി. ഷാനു, നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. റെഡിയായിട്ട് വാ. നിങ്ങളത് അകത്തേക്ക് വാ. പുറത്തേക്കല്ലേ? ശരി, രാവിലെ മുതൽ വർക്ക് ചെയ്യാല്ലേ? എനിക്ക് ആകെ ഫ്രസ്ട്രേഷൻ ആവാ. 2 minutes നിങ്ങൾ ഇരിക്കെ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എപ്പോഴും എന്തിനാണ് ഈ ഷർട്ടെന്ന് ചോദിക്കല്ലേ. ഈ ഷർട്ട് ഇടുമ്പോൾ വൈഷ്ണവി എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുക. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ശരി, വാ നമുക്കിറങ്ങാം. വന്നേ എല്ലാവരും. എന്താടാ എല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്നത്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീ സ്ട്രൈറ്റ് പോ. മനോഹർ, നീ എന്തിനാ ഈ കാര്യം എന്നോട് മറച്ചു വെച്ചേ? എൻ്റെ പ്രേമത്തിൻ്റെ കാര്യം അവൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു എന്ന്. അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈഷ്ണവി എനിക്ക് ഇഷ്ടമാണെന്ന്. അച്ഛൻ ഓക്കെയും പറഞ്ഞു. താങ്ക്സ് ടു മനോഹർ. കാസ്റ്റോ ക്യാഷോ ഒന്നും പ്രശ്നമല്ലെന്ന്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന്. റൈറ്റ്, ഇവിടെ നിന്ന് റൈറ്റ് എടുത്തോ. ആ, എല്ലാവരും എൻ്റെ അച്ഛനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഒരേ ഒരു തവണ എനിക്ക് അവളെ കാണാൻ തോന്നുക. അവളുടെ ചിരിയിലാണ് ഞാൻ വീണുപോയത്. ആ ചിരി മാത്രം മതി എനിക്ക് ജീവിക്കാൻ. ഒരേ ഒരു തവണ അവളെ കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ മനസ്സ് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പാ, നമ്മൾ എവിടെ വന്നേ? ഫങ്ഷൻ ഹാളിലോ? ആരുടെ കല്യാണോ? നമ്മുടെ ഓഫീസിൽ ആരുടെയെങ്കിലും കല്യാണം ഉണ്ടായിരുന്നോ? അരവിന്ദിന് വീണ്ടും കെട്ടാൻ പോവാണോ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്? ഡോൺ, ഹാരിക, ഇനി നിങ്ങളുടെ കല്യാണം വല്ലതും ആണോ? ശരി, വാ പോം. ആരുടെ കല്യാണമാ? കണ്ടോടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരും വൈഷ്ണവി എന്നാ. ഞാൻ എവിടെ പോയാലും വൈഷ്ണവിനെ വിട്ടു പോകുന്നില്ല. അഭിഷേക് വെഡ്സ് വൈഷ്ണവി. ആ പേരത്ര സുഖമില്ല അല്ലേ? ഷാനു വെഡ്സ് വൈഷ്ണവി. അത് കൊള്ളാല്ലേ? അങ്ങനെയല്ല, മിസ്റ്റർ ഷണു വെഡ്സ് വൈഷ്ണവി. വൈഷ്ണവിക്ക് അങ്ങനെ പറയാനാ ഇഷ്ടം. എടാ മനോഹർ, എന്റെ കല്യാണമൊക്കെ നീ വേണം കൂടെ നിന്ന് നോക്കാൻ. നീ നോക്കുന്ന എനിക്കറിയാം. എന്നാ പോയല്ലോ. ഡോൺ, ഹാരിക എവിടെ? അവൾക്കൊരു ഫോൺ വന്നടാ. ഓ ശരി, അവൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വൈഷ്ണവി. ഷാനു, കുഴപ്പമില്ലടാ, നമുക്ക് കയറിയിട്ട് വരാം. അവളകത്തേക്ക് വരുമോ?
അവൾക്കെല്ലാം അറിയാം. ശരി, നീ വാ. നമ്മുടെ ഓഫീസിലെ കല്യാണമാണോ അതോ കോളേജിലാണോ? ഓഫീസിൽ ആരും കാണുന്നില്ലല്ലോ. എന്തേലും പറയടാ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ആരുടെ കല്യാണമാണെന്നൊന്നും. നിനക്കിത് നേരത്തെ അറിയായിരുന്നോ? എടാ ഷാനു, 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 ഷാനു. അപ്പോഴേ ശ്രുതി എന്നോട് പറയാൻ ശ്രമിച്ചതാ. അയ്യോ,